നമസ്കാരം. ഇങ്ങനെയുള്ളവർക്ക് മധുരത്തിനോടും നല്ല ഫാറ്റി ഫുഡിനോടൊക്കെ വളരെ ഇഷ്ടമായിരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അതൊന്നും അങ്ങനെ കുറച്ച് എടുക്കാതെ തന്നെ കുറച്ച് ലൈറ്റായിട്ട് കുറച്ച് ഇഷ്ടമുള്ളതെല്ലാം കഴിച്ചുകൊണ്ട് നല്ല വർക്കൗട്ട് സെക്ഷനിലൂടെയും നല്ല ഫുഡ് ഹാബിറ്റിലൂടെയും നമുക്കത് മാറ്റിയെടുക്കാം ഇതിൻ്റെ പ്രശ്നങ്ങൾ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന് മരുന്നൊന്നുമില്ല. നമ്മളുടേതായ ചിന്തകൾ മാറ്റുക, നല്ല വർക്കൗട്ട് കൊടുക്കുക, നല്ല ഫുഡ് കഴിക്കുക, നന്നായിട്ട് ഉറങ്ങുക. പിന്നെ അതിനായിട്ട് യോഗയിൽ മെഡിറ്റേഷൻ പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ കാർഡിയോയിലാണെങ്കിലും വർക്കൗട്ട് സെക്ഷനുണ്ട്, പിന്നെ ബ്രീത്തിങ് സെക്ഷനുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് തന്നെ വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഇതിൻ്റെ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യുന്നത്. നമ്മുടെ സെൻറ്ററിൽ എന്ന് പറയുമ്പോൾ PCODനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് വർക്കൗട്ട് സെക്ഷനാണ് കൊടുക്കുന്നത്. PCODക്കുള്ള വർക്കൗട്ട് ഫുഡായിട്ട് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് പ്യൂരിഫൈ ആവും, നമ്മുടെ സ്കിന്നിന് നല്ല ഒരു തിളക്കമുണ്ടാവും, നമ്മുടെ ബോഡിക്ക് നല്ല സ്ട്രക്ചർ കിട്ടും, നല്ല ഹെൽത്ത് ആവും, ശരിക്കും മസിൽ സ്ട്രെങ്തനിങ് തന്നെ നമുക്കുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ നമുക്ക് അങ്ങനെ നമ്മൾ ഹെൽത്തായി നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് ഏത് കാര്യത്തിനൊരു തീരുമാനം എടുക്കാനും തളർച്ചയും പ്രശ്നമൊക്കെ മാറി നമ്മൾ അപ്പം കുറച്ച് നാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വീട്ടിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു സംഭവമുള്ളത്. ഇത് നമ്മളെ ശരിക്കും നമ്മളുടെ ഒരു ജീവിതചര്യ പോലെ തന്നെ ഇത് മാറ്റിയെടുത്താലാണ് ഈ ടെൻഷനുകളിൽ നിന്നും നമ്മുടെ ബോഡി പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്കതിന് മാറ്റം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് കഴിക്കേണ്ട ഫുഡുകളെന്ന് പറയുമ്പോൾ വാട്ടർമെലന്, നമുക്ക് അതിന് കഴിക്കേണ്ട ഫുഡുകളാണ് പേരയ്ക്ക കഴിക്കാം, ബെറീസ് കഴിക്കാം, മൽബറി, പിന്നെ നെല്ലിക്ക, മാതള നാരങ്ങ, അങ്ങനെ കുരു കൂടുതലുള്ള ഫ്രൂട്ട്സ് ഉപയോഗിക്കും. ഇന്നത്തെ കാലത്ത് ശരിക്കും നമ്മൾ കുട്ടികളുണ്ടാകാൻ തന്നെ ആൾക്കാർക്ക് എപ്പിസോഡിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പാടാണ്. അതിന് ശ്രമിക്കുന്നവർ വരെ ഈ സൈസ് ഫുഡായിട്ട് മാറ്റി വർക്കൗട്ട് സെക്ഷനും കൂടുതലായി ചെയ്തിട്ട് അവരുടെ രീതിയിലുള്ള മെഡിസിൻ എടുത്താൽ അത് പെട്ടെന്ന് സക്സസ് ആവുന്നതാണ്. അല്ലാതെ നമ്മൾ മെഡിസിനും കൊണ്ട് മാത്രം ഇരുന്നാൽ ഇതൊന്നും ഓക്കെ ആവില്ല. എപ്പോഴും നമ്മുടെ ബോഡിയിലെ ഫാറ്റ് കളഞ്ഞ് നല്ല എനർജി ആയിട്ട് ബോഡി വരുത്തി കഴിയുമ്പോഴാണ് നമ്മുടെ ഈ ടെൻഷനൊക്കെ കുറഞ്ഞ് നമ്മൾ നല്ല ആരോഗ്യമായിട്ടും ഹെൽത്തായിട്ടും ഒക്കെ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ലൊരു സെൻറ്ററിൽ പോയി ഇതിന് വേണ്ട സെക്ഷനുകൾ ചെയ്യാം. അപ്പം ഞാൻ ഇടയ്ക്ക് PCODയുടെ ഒക്കെ സെക്ഷൻ ഇട്ടിട്ടുണ്ട്, ഇനി ഇടുന്നതാണ്. ഇപ്പോൾ പീരിയഡ്സ് കറക്റ്റല്ലേ തന്നെ ബോഡിയുടെ ഷേപ്പ് മാറും, നമുക്ക് ഓവർ സ്റ്റൊമക്ക് ഉണ്ടാവും, നമ്മുടെ ഇടവണ്ണം കൂടും, ഫേസിലൊക്കെ രോമം ഉണ്ടാവും, കഴുത്ത് കറക്കും. അപ്പോൾ അതൊക്കെ മാറ്റി കറക്റ്റ് ചെയ്യാൻ പെട്ടെന്ന് നമുക്ക് വർക്കൗട്ട് സെക്ഷന് സഹായിക്കും. അതുപോലെ നിങ്ങൾ കുറച്ച് ഫുഡ് ഡയറ്റും കൂടെ എടുത്താൽ മതിയാവും. പക്ഷെ നമ്മൾ എന്ത് തുടങ്ങിയാലും നമുക്കത് ഇതൊരിക്കലും മരുന്നുകൊണ്ട് മാറുന്നൊരു അസുഖമല്ല. അത് നമ്മുടെ ജീവിതചര്യ തന്നെ മാറ്റിയാലാണ് ഈ അസുഖങ്ങൾക്കൊരു സ്ഥായിയായ ഈ അസുഖങ്ങൾ നമ്മളെ ബാധിക്കാതിരിക്കുള്ളൂ. ഈ അസുഖങ്ങൾ ബാധിച്ചാൽ അതിൻ്റെ ഫലങ്ങൾ, അതിൻ്റെ ഭവിഷ്യത്ത് ഒരുപാടാണ്. നല്ല ഹെൽത്തായ ഒരു അവസ്ഥയിലോട്ട് വരുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുവാണെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ കുറച്ച് വർക്കൗട്ട് സെക്ഷനും കാര്യങ്ങളും ഒക്കെ ഞാൻ ഇതിൻ്റെ പുറകിൽ ആഡ് ചെയ്യുന്നുണ്ട്, വീണ്ടും വീഡിയോ ഇടുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നമ്മുടെ ഫിറ്റ്നസ് സെൻ്ററായിട്ട് കണക്റ്റ് ആകുക. ഇവിടെ നമ്മളതിൻ്റെ കൂടുതൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ക്ലാസ്സുകൾ ഇവിടെ കൊടുക്കുന്നതാണ്. എന്നും നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളുടെ ജീവിതം എങ്ങനെ നമ്മൾ തന്നെ സക്സസ് ആയി മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ളതാണ്. അസുഖങ്ങൾ, കാര്യങ്ങൾ, പ്രശ്നങ്ങൾ, വേദനകൾ, വിഷമങ്ങളില്ലാത്ത ആരുമില്ല. അപ്പോൾ നമ്മളതിന് വേണ്ട മെഡിസിൻ എടുക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക. നിങ്ങളുടെ വിഷൻ ഏതാണ് അതിലൂടെ നിങ്ങൾ മുന്നോട്ട് പോവുക. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് സക്സസ് ആയിരിക്കും. ഒരസുഖവും നമ്മളെ തളർത്തി കളയാറില്ല. അപ്പം ഇപ്പം എന്ന് പറയുമ്പോൾ PCOD, PCOS ഒക്കെ ഉള്ളവർ ഭയങ്കര ടെൻഷനാണ്, പ്രശ്നമാണ്, കരയാൻ വരുന്നൊക്കെ പറയും. ഇപ്പോൾ എല്ലാ കാലവും ഇത്ര സേഫായി സക്സസ്സായി സന്തോഷമായിട്ടും നമ്മുടെ വീട്ടിലുള്ള പോലെ ഇരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എല്ലാത്തിനെയും അതിജീവിക്കണമെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു വർക്കൗട്ട് സെക്ഷനിൽ കയറുക, നമ്മൾക്ക് ജീവിക്കാനുള്ള കാര്യങ്ങളിലോട്ട് ശ്രദ്ധ കൊടുക്കുക. ഇതൊക്കെ ഒരു സൈഡിൽ മെഡിസിൻ എടുക്കണം. അത് പതുക്കെ വന്നും പോയി നിവർന്നും നീണ്ടുമൊക്കെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണ്. അപ്പോൾ ഒന്നിനെ ഭയക്കാതെ മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ സെൻറ്ററിലുണ്ട്, നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു. ഈ ടൈപ്പ് അസുഖങ്ങൾക്ക് ശരിക്കും മെഡിസിൻ ഇല്ല. നമ്മളുടെ ജീവിതശൈലി മാറ്റുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ഒരു പ്രിവെൻറ്റ്. ഇപ്പോൾ പണ്ടൊന്നും ഈ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നന്നായിട്ട് ബോഡി വർക്കാക്കുക, പിന്നെ ഫുഡിൽ അഡ്ജസ്റ്റ് ചെയ്യുക. ഇപ്പം എന്ന് പറയുമ്പം നല്ല ഹെവി ഫുഡ് എടുത്തിട്ട് ആൾക്കാർ വർക്കൗട്ടൊന്നും ഇല്ലാണ്ടിരിക്കും. പണ്ടെന്ന് പറയുമ്പം ഹെവി വർക്ക് എടുത്തിട്ട് ലൈറ്റ് ഫുഡാണിത് കഴിക്കണത്. അപ്പോൾ അവർക്ക് ഈ ബ്ലഡിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല, നമ്മുടെ ദേഹത്ത് ഒത്തിരി കൊഴുപ്പടിയാറില്ല. അപ്പോൾ എല്ലാം കൊണ്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ജീവിതമായിരുന്നു അന്നൊക്കെ. അപ്പോൾ നന്നായിട്ട് ഐസ്ക്രീം കഴിക്കുന്നവരാണ് നിർത്തണ്ട. ഏതെങ്കിലും ഒരു ടൈം അതിൻ്റെ ഐസ്ക്രീമിൻ്റെ ഹാഫ് കഴിക്കുക. നിങ്ങൾക്ക് ആ രുചി നമ്മുടെ ഒരു ഇപ്പം ഐസ്ക്രീം ഇഷ്ടമുള്ളവരാണെങ്കിൽ നമ്മൾ അതുമായിട്ട് അറ്റാച്ചാണ്. അപ്പം നമ്മളത് പതുക്കെ നമ്മളിന്ന് കളയാൻ പറ്റുള്ളൂ. അപ്പം പെട്ടെന്നൊരു തീരുമാനമെടുത്ത്
ഈ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. യോഗയിലും കാർഡിയോയിലും ഒക്കെ ധാരാളം നല്ല സെക്ഷനുകളുണ്ട് PCOD ഒക്കെ നമുക്ക് കറക്റ്റ് ചെയ്ത് നിർത്താനായിട്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ആണ് ഞാൻ നമ്മുടെ ഫിറ്റ്നസ് സെൻറ്ററിൽ കൂടുതലായിട്ടും ചെയ്യിക്കാറുള്ള